ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനു ശുശ്രൂമ. ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 44-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ഉദ്ധരിച്ചത്. അർജുനൻ വശം കെട്ടിയിരിക്കുക. എന്താ കാരണം? കഴിഞ്ഞ ശ്ലോകങ്ങളിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ അർജുനൻ പറഞ്ഞു. കുലത്തെക്കുറിച്ചും കുലധർമ്മങ്ങളെക്കുറിച്ചെല്ലാം. എല്ലാവർക്കും ഉപാസനയിലേക്ക് സ്വാഗതം. തൻ്റെ വാക്കുകൾ ഉപസംഹരിക്കണോ അതോ തൻ്റെ ഈ പ്രസംഗം നീട്ടിക്കൊണ്ടു പോണോ എന്ന് വല്ലാത്ത ആശങ്കയിലാണ് അർജുനൻ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടൊന്നും കൃഷ്ണൻ ഒന്നും മിണ്ടുന്നില്ല, എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അർജുനൻ ചോദിക്കുന്നത്, ഈ കുലധർമ്മം പാലിക്കാത്തവരൊക്കെ നരകത്തിൽ പോവില്ലേ? ഇത് കേട്ടിട്ടെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയട്ടെ കൃഷ്ണൻ എന്ന ഭാവത്തിലാണ് അർജുനൻ പറയുന്നത്. ഇവർ ചോദിക്കുന്നത്, നരകത്തിൽ പോകില്ലേ ഈ കുലധർമ്മം പാലിക്കാത്തവര്? ഇവിടെ കുലധർമ്മം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അതൊരു സംസ്കാരമാണ്. ആ ഒരു സംസ്കാരം നമ്മൾ പാലിച്ചില്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മൾ അധപതിക്കും. അപ്പോൾ എന്താണ് ഈ ധർമ്മം? ഇത് ഒരു ആത്മീയമായിട്ടുള്ള നിഷ്ഠകളാണ്. കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി എല്ലാ കുടുംബാംഗങ്ങളും പാലിക്കേണ്ട ചില നിഷ്ഠകളെയാണ് ഈ കുലധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ അംഗങ്ങൾക്കും മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്നതി ഉണ്ടാകുന്നതിനു വേണ്ടി ഒരു കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശീലിക്കണം, പാലിക്കണം എന്നുള്ളത് സനാതന ധർമ്മത്തെ സംരക്ഷിക്കുന്ന മുനിശ്രേഷ്ഠന്മാർ, ഋഷിവര്യന്മാർ ധാരാളം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ ആചാരമര്യാദകളെയാണ് ഇവിടെ അർജുനൻ കുലധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ കുടുംബത്തിൻ്റെയും സംസ്കാരമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംസ്കാരം പാലിക്കാത്തവർ അല്ലെങ്കിൽ ഈ നിഷ്ഠയോടുകൂടി ജീവിക്കാത്തവർ നരകത്തിൽ പോകില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നരകം? നരകം എന്ന് പറയുന്നത് ഏതൊരു ജീവിത വ്യവസ്ഥിതിയാണോ ആ ജീവിത വ്യവസ്ഥിതിക്കുള്ളിൽ നിൽക്കുമ്പോൾ മാനസികമായിട്ട് ഉള്ള ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് നരകം. അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് നരകം. അപ്പോൾ ഇതാണ് ഇവിടെ നരകം എന്നതുകൊണ്ട് അർജുനൻ സൂചിപ്പിക്കുന്നത്. അല്ലാതെ നമുക്ക് മരിച്ചതിന് ശേഷം നമ്മൾ നരകത്തിൽ വീഴും എന്നുള്ളതൊന്നുമല്ല. ഈ കുലധർമ്മങ്ങളൊന്നും പാലിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിതം ദുഷ്കരമാകും. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ജീവിതം സ്വാർത്ഥകമാക്കാനുള്ള മുനിപ്രോക്തങ്ങളായ ഉപദേശങ്ങളെയാണ് നമ്മൾ ജീവിതത്തിൽ കുലധർമ്മം അല്ലെങ്കിൽ സംസ്കാരം അല്ലെങ്കിൽ മതം എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അത് നമ്മുടെ ജീവിതത്തെ സ്വാർത്ഥകമാക്കും, ജീവിതത്തിന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യും. ഇങ്ങനെയുള്ള ഈ വാക്കുകളെല്ലാം കേട്ടിട്ടും കൃഷ്ണൻ മൗനം അവലംബിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, എന്തൊക്കെയാണോ നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്ന് നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഭഗവാൻ. ഇത് നമ്മൾ തന്നെ പറഞ്ഞ് ഭഗവാൻ അറിയണം. എന്നിട്ട് അതിലെ പോരായ്മകൾ ഭഗവാൻ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരണം. എന്നിട്ട് ആ ഭഗവത് വാക്യങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ചിന്തകളിലുള്ള തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് ഭഗവാൻ ഇവിടെ അർത്ഥമാക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.